ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ പാലട പായസമാണ്. സദ്യ തുടങ്ങി അവസാനം തീരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുന്നത് ആ പിങ്ക് പാലട പായസം നമ്മുടെ ഇലയിലേക്ക് വീഴുന്നതിനാണ്. അപ്പോൾ പാലട പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാലട ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അട 200 ഗ്രാം അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഞ്ചസാര 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലോ കുറവോ ഉപയോഗിക്കാം. 1.5 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യും എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് പാല് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ഇതേസമയം തന്നെ നമ്മുടെ അട നന്നായി നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് വെള്ളത്തിലേക്ക് ഇടാം. ഇത് നമുക്ക് ഊറ്റിക്കളയാനുള്ളതാണ്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് പ്രശ്നമില്ല. ആദ്യം പാലിലേക്ക് 1 കപ്പ് പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. സാധാരണ നമ്മളെപ്പോഴും ഓട്ടുരുളിയിലേക്കാണ് പായസം ഉണ്ടാക്കണേ. ഇപ്പം എൻ്റെ കയ്യിൽ ഓട്ടുരുളി ഇല്ല, അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇടയ്ക്ക് നമ്മുടെ അടയും ഒന്ന് ശ്രദ്ധിക്കണം. വളരെ ചെറിയ അടയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള പഞ്ചസാരയിൽ നിന്ന് 5 സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഇത് പാലട എപ്പോഴും നല്ല മധുരമുള്ള പായസമാണ്. മധുരം കൂടുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇപ്പൊ നമ്മുടെ അട ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഊറ്റിയെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്നുകൂടെ കഴുകി എടുക്കാം. പാല് സിമ്മിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ വേവിച്ച അട തണുത്ത വെള്ളത്തിൽ 2-3 തവണ കഴുകിയെടുത്തതാണ്. ഇനി നമുക്ക് പാനിൽ എടുത്തു വെച്ചിരുന്ന അല്പം നെയ്യ് ഒഴിക്കാം. അതിലേക്ക് ഈ അട ഇടാം. ഇനി നെയ്യിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അട ഇങ്ങനെ നെയ്യിൽ ജസ്റ്റ് വഴറ്റിയെടുക്കുമ്പോൾ തമ്മിൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. പിന്നെ പായസത്തിൽ കിടക്കുമ്പോൾ വിട്ട് കിടന്നോളൂ. ഇപ്പം ഏകദേശം ഒരു 5 to 6 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ നെയ്യിൽ വഴറ്റി. ഇനി ഇത് നമുക്ക് പാലിലേക്ക് ഇടാം. അടയിട്ടിട്ടും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മുടെ പായസങ്ങളിലൊക്കെ നമ്മൾ ഏലക്ക പൊടിച്ചിടാറുണ്ട്, കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്തിടാറുണ്ട്. പക്ഷെ പാലട പായസത്തിൽ നമ്മൾ ഇത് 3 ചേർക്കാറില്ല. പാലട പായസം ഇതൊന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഞ്ചസാര ഇടുക. പതുക്കെ ഇളക്കി കൊടുക്കുക. അതിനൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ടാണ്. ഇങ്ങനെ കാരമലൈസ് ചെയ്തിടുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ല പിങ്ക് കളർ കിട്ടും. ഇത് നല്ല കാരമലൈസ്ഡ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാലിലേക്ക് ഇടാം.
പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് പായസത്തിലേക്ക് നന്നായി ചേർന്ന് വയ്ക്കുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഏകദേശം നന്നായിട്ട് പായസം നല്ല പിങ്ക് കളറായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പായസമാണ് പാലട പായസം. പായസം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ കൈ കഴക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഉള്ളിക്കറിയിൽ ഞാനൊരു ടിപ്സ് പറഞ്ഞു തന്നിരുന്നു. ആ ടിപ്സ് തന്നെ ഇതിലും പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ ഉള്ളിക്കറിയുടെ റെസിപ്പി ഒന്നുകൂടി നിങ്ങൾ എടുത്ത് നോക്കുക. കണ്ടിട്ടില്ലാത്തവരെ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ടിപ്പ് കിട്ടും. ഇപ്പം ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അടയെല്ലാം നല്ല പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം പായസം നല്ല പിങ്ക് കളറായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പിങ്ക് പാലട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവിങ് ബൗളിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ പായസം റെഡി. പായസം തണുത്ത് കഴിയുമ്പോൾ വല്ലാണ്ട് കുറുകി പോവുകയാണെങ്കിൽ, കട്ടയായി പോവുകയാണെങ്കിൽ അല്പം പാല് ചൂടാക്കിയിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് പാലട പായസം ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറയണം. കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.